ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചൂടിനും നോമ്പിനും ഒരു പെർഫെക്റ്റ് റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള മിൻറ്റ് വാട്ടർമെലൺ കൂളറാണ്. നമ്മുടെ ഈ തണ്ണിമത്തനിൽ 90% വെള്ളം ആയതുകൊണ്ട് തന്നെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് മാറ്റാം. എപ്പോഴും ജ്യൂസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു പിടി പുതിനയിലയും പിന്നെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും അല്പം ഇഞ്ചിയും പുതിനയിലേക്ക് ചേർത്ത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ബ്ലോട്ടിങ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ് നമുക്ക് മറ്റൊരു രീതിയിലും തയ്യാറാക്കിയെടുക്കാം. അല്പം സ്പൈസി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിലേക്ക് ഒരല്പം നാരങ്ങാ നീര് കൂടി ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണ്ണിമത്തനൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തണ്ണിമത്തൻ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് 1-2 ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ ചിയാ സീഡ്സുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചിയാ സീഡോ ബേസിൽ സീഡോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 മിൻറ്റ് ലീവ്സ് ഒക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.